Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ഞാൻ സദ്യ റെസിപ്പീസ് കുറച്ച് ഇട്ടിട്ടുണ്ട്. അവിയൽ, തോരന്, ബീട്രൂട്ട് പച്ചടി, രസം, ഇഞ്ചിക്കറി, അങ്ങനെ കുറച്ച് സദ്യ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവരതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറുക്ക് കാള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേനയും പച്ചക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനൊരു ചെറിയ കഷ്ണം ചേനയും പിന്നെ ഒരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറുക്ക് കാളന് ഇതുപോലത്തെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളിയിലോ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഏത് അടി കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. നമുക്ക് കുറുക്ക് കാളനിക്ക് മഞ്ഞ കളറാണ് വേണ്ടത്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ അതിനൊരു റെഡ് കളർ വരും. നമുക്ക് മഞ്ഞ കളറല്ല വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് കുരുമുളക് പൊടിയെ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ കഷ്ണങ്ങൾ വെന്തുടയാൻ പാടില്ല. ഉടയാതെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കണില്ല. നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടിയും കഷ്ണങ്ങൾ വേവട്ടെ. ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടി വറ്റട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് കഷ്ണങ്ങളൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെന്തുടയാതെ കഷ്ണങ്ങൾ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈവിടാതെ ഇളക്കിയിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. തൈര് നന്നായിട്ട് തിളക്കണം. തൈര് നന്നായിട്ട് തിളച്ചിട്ട് കട്ടിയായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് കുറുകി വരണം. ഈ കഷ്ണങ്ങളിലൊക്കെ തൈരിൻ്റെ പുളി നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ ഈ തൈരിൽ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പുളി പിടിച്ചോളും. ഇതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റിലും കടുകും കറിവേപ്പിലൊക്കെ താളിച്ച് വയ്ക്കുന്നുണ്ട്. എന്നാലും ഇതുപോലെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേറെ കിട്ടും. അപ്പോൾ ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കട്ടിയാക്കിയാൽ മതി. ഈ ഒരു പാകമായ നമുക്കിതിലേക്ക്
അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ അധികം നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയുടെയും ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കാളന് പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഇത് കുറച്ചും കൂടി കുറുകി വരും. ഇതിൻ്റെ ചൂട് പോകും തോറും കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തേനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. ഇപ്പോഴും ചൂടുണ്ട്. ചൂട് വിടും തോറും ഇനിയും കട്ടിയായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.